വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി പുരസ്കാര വിതരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് ശുചിത്വ പഠനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഭിറാം, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ്, മായന്നൂർ GUPS പ്രധാന അധ്യാപിക ബിന്ദു എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യമിട്ട് ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ രമ്യ, ഹരിത കർമ്മസേന കെയർടേക്കർ സ്നേഹ എന്നിവർ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ അവതരണവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്കുള്ള പ്രശസ്തി പത്ര വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. ശുചിത്വ മേഖലയിലെ സജീവമായ ഇടപെടലുകൾക്കും പങ്കാളിത്തത്തിനുമാണ് പുരസ്കാരങ്ങൾ നൽകിയത്. ഹരിതസഭയുടെ ആഭിമുഖ്യത്തിൽ പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് തയ്യാറാക്കി. പ്രൊജക്ടിനോട് അനുബന്ധിച്ച് 10 വീടുകൾ സന്ദർശിക്കുകയും വീടുകളിലെ മാലിന്യം എന്ത് ചെയ്യുന്നു എന്ന് കണ്ടെത്തി സർവേ നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണം വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടുതൽ വീടുകളിലും ജൈവ മാലിന്യങ്ങൾ കൃഷിയിടങ്ങളിൽ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചില വീടുകളിൽ അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുകയും രോഗങ്ങൾക്ക് കാരണമാക്കുകയും. CCV ന്യൂസ് കൊണ്ടാഴി.